നമ്മൾ മലയാളി സമൂഹത്തിന് ഏറെ പരിചിതനാണ് സൗദി റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ മച്ചിലകത്ത് അബ്ദുറഹീം. സൗദി ബാലന്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞ 19 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ കേസിൽ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട സ്വാഭാവിക കാലതാമസം മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് റിയാദ് സഹായ സമിതി അറിയിച്ചിരിക്കുന്നത്. സുപ്രധാന രേഖകളുടെ പകർപ്പുകൾ സഹിതം കേസിന്റെ ഇതുവരെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സമിതി ഭാരവാഹികൾ. ഇത് ഏതൊക്കെ ഡേറ്റിലാണ് സിറ്റിംഗ് നടന്നത് എന്നുള്ളതും ആ സിറ്റിംഗിൽ കോടതിയിൽ നടന്നിട്ടുള്ള എല്ലാ വ്യവഹാരങ്ങളെ കുറിച്ചിട്ടുമുള്ള കൃത്യമായി കൊണ്ടുള്ള ഡോക്യുമെന്റഡ് റിപ്പോർട്ട് റിയാദിലെ പത്രക്കാരായിട്ടുള്ള നിങ്ങളെ കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ യോഗം. വൈകാതെ അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പ്രൈവറ്റ് റൈറ്റ് പ്രകാരമുള്ള വധശിക്ഷ റദ്ദായ ശേഷം പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കോടതി നടപടികളാണ് തുടരുന്നത്. ഇതിന്റെ സിറ്റിംഗിനിടയിൽ തുടക്കം മുതലുള്ള കേസ് ഡയറിയുടെ ഒറിജിനൽ കോടതി ആവശ്യപ്പെട്ടിരുന്നു. 6ാമത്തെ സിറ്റിംഗിലാണ് ഡയറി ആവശ്യപ്പെട്ടത്. ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് ഡയറി കോടതിയിൽ എത്താനെടുത്ത സ്വാഭാവിക കാലതാമസമാണ് പിന്നീട് സിറ്റിംഗുകളുടെ മാറ്റിവെക്കലിന് കാരണമായതെന്നും സമിതി ഭാരവാഹികൾ അറിയിച്ചു. കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള എല്ലാ രേഖകളും മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ഹാജരാക്കി. കീഴ്ക്കോടതി വിധിക്കും അപ്പീലിനുമെല്ലാം ശേഷം 2022 നവംബർ 15 സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ച വിധി പകർപ്പ് വാദിഭാഗമായ സൗദി കുടുംബവുമായി അവരുടെ വക്കീൽ മുഖാന്തരം നടന്ന ചർച്ചയ്ക്കു ശേഷം ദിയാദനം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച് ഇന്ത്യൻ എംബസിക്ക് ഇമെയിൽ വഴി നൽകിയ കത്ത്, ദിയാദനം സമാഹരിച്ചെന്നറിയിച്ച് കോടതിയിൽ റഹീമിന്റെ അഭിഭാഷകർ നൽകിയ സത്യവാങ്മൂലത്തിന്റെ കോപ്പി, കോഴിക്കോട് ഫറൂഖ് റഹീം സഹായ ട്രസ്റ്റ് റഹീമിന് വേണ്ടി സമാഹരിച്ച തുക ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയതിന്റെ രേഖ, തുടർന്ന് ഇന്ത്യൻ എംബസി വഴി റിയാദ് ഗവർണറേറ്റിന് കൈമാറിയ ദിയാദനമായ 1.5 കോടി സൗദി റിയാൽ, വക്കീൽ ഫീസായി നൽകിയ 7.5 ലക്ഷം സൗദി റിയാൽ എന്നിവയുടെ ചെക്ക് കോപ്പികൾ, റിയാദ് ഗവർണറേറ്റ് ഒറിജിനൽ ചെക്ക് സ്വീകരിച്ചെന്ന് സാക്ഷ്യപ്പെടുത്തിയ അക്നോളജന്റ് പകർപ്പ്, മരിച്ച സൗദി ബാലന്റെ ദിയാദനത്തിന് അവകാശികളായ മാതാവിനും 2 സഹോദരന്മാർക്കും 4 സഹോദരിമാർക്കുമിടയിൽ വീതം വെക്കേണ്ട വിഹിതം ഓരോരുത്തരുടെയും പേരിൽ കൃത്യമായി തുക രേഖപ്പെടുത്തിയ കോടതി വിധിയുടെ പകർപ്പ്, വധശിക്ഷ റദ്ദ് ചെയ്ത് കോടതി പുറപ്പെടുവിച്ച ഉത്തരവ്, 2024 ഒക്ടോബർ 21 മുതൽ 2025 ഏപ്രിൽ 14 വരെ നടന്ന 11 സിറ്റിംഗുകളുടെ മിനിറ്റ്സുകൾ തുടങ്ങി എല്ലാ രേഖകളും സഹായ സമിതി ഹാജരാക്കി. ഈ മാസം 14 നടന്ന ഏറ്റവും ഒടുവിലെ സിറ്റിംഗിന്റെ മിനിറ്റ്സിലും കോടതി ബന്ധപ്പെട്ട വകുപ്പുകളോട് ഡയറി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി മെയ് 5 കേസ് പരിഗണിക്കുക. ബന്ധപ്പെട്ട വകുപ്പുകളിൽ നടത്തിയ അന്വേഷണത്തിൽ രേഖകൾ കോടതിയിലേക്ക് പോയതായി വിവരം ലഭിച്ചെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു. കേസിൽ അസ്വാഭാവികമായി ഒന്നും സംഭവിക്കുന്നില്ലെന്നും കഴിഞ്ഞ വർഷം ഒക്ടോബർ 21 ശേഷം 7 മാസത്തിനിടെ 11 സിറ്റിംഗുകൾ ഉണ്ടായത് കേസിൽ കൃത്യമായ ഫോളോ അപ്പ് നൽകുന്നു എന്നതിന് തെളിവാണെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു. ദിയാദനം സ്വീകരിച്ച കുടുംബം മാപ്പ് നൽകിയതോടെ പ്രൈവറ്റ് റൈറ്റ് പ്രകാരമുള്ള കേസ് അവസാനിച്ചു. അവശേഷിക്കുന്നത് പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസാണ്. ഇതിലാണ് ഇനി വിധിത്തീർപ്പ് ഉണ്ടാകേണ്ടത്. മെയ് 5 രാവിലെ 10 സിറ്റിംഗിൽ കോടതിയുടെ നിരീക്ഷണം അറിയാനാണ് കാത്തിരിക്കുന്നതെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു. അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ അഭിഭാഷകരുമായി കൂടിയാലോചിച്ച് അടുത്ത മാർഗങ്ങൾ തേടും. റഹീമിന്റെ കുടുംബ പ്രതിനിധി സിദ്ദീഖ് തൂർ, റഹീം സമിതി ജനറൽ കൺവീനർ അബ്ദുള്ള വല്ലാഞ്ചിറ, ട്രഷറർ സെബിൻ ഇക്ബാൽ, വൈസ് ചെയർമാൻ മുനീബ് പായൂർ, സുരേന്ദ്രൻ കൂട്ടായി, കുഞ്ഞോയി കോടമ്പുഴ, മുഹിയുദ്ദീൻ ചേവായൂർ, നവാസ് വെള്ളിമാടുകുന്ന് എന്നിവർ വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തു.